നമസ്കാരം. ഇന്ന് പലർക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന പ്രഗ്നൻസിയിലുണ്ടാകുന്ന കുറച്ച് സംശയങ്ങളെക്കുറിച്ചാണ് വീഡിയോ. ചോദിക്കുന്ന സംശയമാണ്, വർക്ക് ചെയ്യാൻ പോകാമോ അല്ലെങ്കിൽ പഠിക്കാൻ പോകാമോ? ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ്. ഓരോരുത്തരുടെയും പ്രഗ്നൻസി ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് പ്രഗ്നൻസി സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ബ്ലീഡിങ് ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ റെസ്റ്റ് പറയും, പഠിക്കാൻ പോകണ്ട, യാത്ര ചെയ്യണ്ട എന്ന് പറയും. ഇല്ല, നോർമലാണ് എന്നുണ്ടെങ്കിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോവാം അല്ലെങ്കിൽ പഠിക്കാൻ പോവാം. പക്ഷേ സ്ട്രെന്നസ് ആയിട്ടുള്ള ഫിസിക്കൽ വർക്ക്, അതായത് ഒരുപാട് കൂലിപ്പണി എടുക്കുന്നവർ, ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്ത വർക്കുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ ലേബർ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. പിന്നെ പറയുന്ന കാര്യം എന്ന് ചോദിക്കുന്നത്, റെസ്റ്റ് എത്രത്തോളം റെസ്റ്റ് എടുക്കണം. നോർമലായിട്ട് ഒരു പ്രഗ്നൻറ്റ് ലേഡി രാത്രി 8 മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങണം. പകൽ ഉറങ്ങാമോ? അത് പലരുടെയും സംശയമാണ്. പല അമ്മമാരും പകൽ ഉറങ്ങരുത് എന്ന് പലരോടും പറയാറുണ്ട്. ശരിക്കും പകൽ 1 മണിക്കൂർ ഉച്ച കഴിഞ്ഞതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങാം, അല്ലെങ്കിൽ ഉറങ്ങണം. എന്തുകൊണ്ട്? കുഞ്ഞിലേക്കുള്ള രക്തഓട്ടം കൂട്ടാൻ വേണ്ടിയിട്ട്. അതും ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടന്ന് ബെറ്റർ റെസ്റ്റ് എടുക്കുക. ഉറങ്ങിയില്ലെങ്കിലും 1 മണിക്കൂർ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുക. പിന്നെ പറയുന്ന എക്സസൈസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഗ്നൻസിക്ക് മുന്നേ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതേ എക്സസൈസ് തന്നെ നമുക്ക് പ്രഗ്നൻസിയിലും, കൂടുതൽ റിസ്കി അല്ലാത്ത എക്സസൈസുകൾ നമുക്ക് പ്രഗ്നൻസിയിലും കണ്ടിന്യൂ ചെയ്യാം. നേരെ മറിച്ച് എന്തെങ്കിലും ആസ്മ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ഒരമ്മ, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് BP വരുന്ന അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ടിന് ഇഷ്യൂ ഉള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെന്നസ് ആയിട്ട് ഒരുപാടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യരുതെന്ന് പറയും. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ബ്ലീഡിങ് ഉള്ള അമ്മയോ, നേരത്തെ ഉള്ള പ്രഗ്നൻസിയിൽ നേരത്തെ പെയിൻ വന്ന് നേരത്തെ ഡേറ്റ് തികയുന്നതിന് മുന്നേ ഡെലിവറി ആയ അമ്മയോ, അല്ലെങ്കിൽ പ്ലാസൻ്റ മറു താഴെ ഇരിക്കുന്ന അമ്മയോ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ ചെയ്യരുത്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി പറയും. അത് എക്സസൈസിനെ പറ്റി. ഇനി പലരും ചോദിക്കുന്നതാണ് കോയിറ്റസ് അഥവാ ബന്ധപ്പെടാമോ, ഫിസിക്കൽ കോണ്ടാക്ട്, ഫിസിക്കൽ റിലേഷൻ കീപ്പ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും അത് കപ്പിളിൻ്റെ കംഫർട്ട് അനുസരിച്ചാണ്. പക്ഷേ നമ്മൾ റെസ്ട്രിക്ഷൻസ് പറയാറുണ്ട്. പ്രഗ്നൻസി സമയത്ത് ബ്ലീഡിങ് ആയിട്ടുള്ള അമ്മയാണ് എന്നുണ്ടെങ്കിൽ, 2 മറു താഴെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പെയിൻ വരാൻ സാധ്യതയുള്ള അമ്മയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു വിടാറുണ്ട്. കാരണം ബ്ലീഡിങ് ഒക്കെ കൂടാനും താഴ്ഭാഗം വികസനം വരാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് കപ്പിളിൻ്റെ കംഫർട്ട് അനുസരിച്ച് ആണ് ചെയ്യുന്നത്. പിന്നെ പലരും ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സ്, അതായത് എപ്പോഴും ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കുക, ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാതിരിക്കുക. ഡ്രസ്സ് ഇടുമ്പോൾ കോട്ടൺ ഡ്രസ്സസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ് വെയർ, അതായത് ചെരുപ്പുകൾ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീൽസുള്ള ചെരുപ്പ് ഇടാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് മസിലിന് സ്ട്രെയിൻ വരാതിരിക്കാൻ. കൂടുതൽ ഹീൽസുള്ള ചെരുപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ വരും എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്ന ട്രാവൽ. ശരിക്കും നോർമലി നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ സാധാരണ പോലെ തന്നെ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലെയിൻ ട്രാവൽ എങ്ങനെയെന്ന് ചോദിക്കും. നേരത്തെ പെയിൻ വരാൻ സാധ്യതയുള്ള അമ്മമാരോ, അല്ലെങ്കിൽ മുന്നത്തെ പ്രഗ്നൻസിയിൽ നേരത്തെ പെയിൻ വന്ന് ഡെലിവറി ആയിട്ടുള്ള അമ്മമാരോ, അല്ലെങ്കിൽ പ്ലാസൻ്റ മറു താഴെയുള്ള അമ്മമാരോ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള അമ്മമാരോ ആണെങ്കിൽ എയർ ട്രാവൽ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ട്രാവൽ ആയാലും ബസ് ട്രാവൽ ആയാലും ട്രെയിൻ ട്രാവൽ ആയാലും റൂട്ടീനായിട്ട് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് സമയം അടുപ്പിച്ച് ഇരിക്കാതിരിക്കുക. കാലുകളിലെ ഞരമ്പുകളിൽ രക്തം ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അടിക്കടി എണീറ്റ് ഒരു 1 hour ഗ്യാപ്പിൽ എണീറ്റ് നടക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതെന്ന് പറയുന്നത് ബ്രസ്റ്റ് കെയർ ആണ്. അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത്, പ്രഗ്നൻസി സമയത്ത് സാധാരണ ബോഡി വാഷ് ചെയ്യും പോലെ തന്നെ നമ്മുടെ നിപ്പിള്, അതിന് ചുറ്റുമുള്ള കറുത്ത പോർഷൻ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം, ക്ലീൻ ആക്കി വെക്കണം. പിന്നെ പലരും പറയുന്ന റിട്രാക്റ്റഡ് നിപ്പിളാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന നിപ്പിളാണെങ്കിൽ നമുക്കൊരു 35 ആഴ്ച 36 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിപ്പിള് ലൂബ്രിക്കൻസ് ഇട്ട്, അതായത് എണ്ണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോയ്സ്ചറൈസറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പതിയെ പുറത്തോട്ട് എടുക്കാൻ ശ്രമിക്കാം. സിറിഞ്ചും യൂസ് ചെയ്ത് പുറത്തോട്ട് എടുക്കാൻ ശ്രമിക്കാം. അതിന് മുന്നേ എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിപ്പിൾ സ്റ്റിമുലേഷൻ കാരണം നേരത്തെ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഡെൻ്റൽ കെയർ, പല്ലിൻ്റെ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലരും നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ടൂത്ത് കെയർ എന്ന് പറയുന്നത്. പല്ലിൽ പുഴു ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പല്ലിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ നമുക്ക് ബോഡിയിലേക്ക് അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും, അത് കാരണം നേരത്തെ പെയിൻ വന്ന് നമുക്ക് ഡെലിവറി ആവാനും അല്ലെങ്കിൽ അബോർഷനായി പോകാനും വരെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പോടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് അടയ്ക്കാനാണെങ്കിൽ അങ്ങനെ, അല്ല റൂട്ട് കനാൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അതൊരു 3 months കഴിഞ്ഞതിന് ശേഷം പല്ലെടുക്കാനാണെങ്കിൽ അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ കറക്റ്റായിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡയറ്റിൽ ഒരുപാട് ഡൗട്ട്സ് വരാറുണ്ട്. അതായത് ഓരോ സ്പെസിഫിക് ആഹാരങ്ങൾ കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട്, പാല് കുടിക്കാമോ, റാഗി കഴിക്കാമോ, പൈനാപ്പിൾ കഴിക്കാമോ, അതൊക്കെ വിടൂ. ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ആദ്യത്തെ 5 മാസത്തേക്ക് ശരിക്കും അമ്മ സാധാരണ കഴിക്കുന്ന ഒരു ഭക്ഷണം അത് മാത്രം അമ്മയ്ക്ക് മതിയാവും. കാരണം ആ സമയം കുഞ്ഞിന് വെയിറ്റ് കൂടുന്നില്ല. കുഞ്ഞിൻ്റെ ഓർഗൻസ്, അതായത് അവയവങ്ങൾ ഉണ്ടായി വരുന്ന സമയമാണ് ആദ്യത്തെ 5 months എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ വെയിറ്റ് കൂടി എന്ന് വരില്ല, ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞു എന്ന് വരും. കാരണം ഛർദി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം എടുക്കുന്നത് കുറവായതുകൊണ്ട് ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞു എന്ന് വരും. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം കുഞ്ഞിൻ്റെ ആക്ച്വൽ വെയിറ്റ് കൂടി തുടങ്ങുന്നത് 5-ാം മാസത്തിന് ശേഷമാണ്. അപ്പോൾ 5-ാം മാസത്തിന് ശേഷം അമ്മയ്ക്ക് നോർമലായിട്ട് കഴിക്കുന്ന കാലറീസിന് പുറമെ, ഫുഡിന് പുറമെ എക്സ്ട്രാ 300 കിലോ കാലറീസും കൂടെ പ്രഗ്നൻസിയിൽ ആവശ്യമാണ്. ഇതിനേക്കാളും കൂടുതലാണ് പാല് കൊടുക്കുന്ന അമ്മമാർക്ക്. അത് പ്ലസ് എക്സ്ട്രാ 500 കിലോ കാലറീസ് വേണം. അത് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ച് മതി പ്രഗ്നൻസിയിൽ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു ആദ്യത്തെ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അമ്മമാരെ ആഹാരം കഴിപ്പിച്ചു തുടങ്ങും. ഒരുപാട് വെയിറ്റ്, അവരുടെ വെയിറ്റ് ആയിരിക്കും ആദ്യത്തെ 5 മാസം കൂടുന്നത്, പിന്നെ ആയിരിക്കും ബേബിയുടെ വെയിറ്റ് കൂടുക. അപ്പോൾ ആക്ച്വലി നോർമലി ഒരു പ്രഗ്നൻ്റ് അല്ലാത്ത ഒരു ലേഡിക്ക് വേണ്ടത് ഒരു ദിവസം 2200 കിലോ കാലറിയാണ്, എനർജിയാണ് ആവശ്യം. അത് മതി 5-ാം മാസം വരെ. അത് കഴിഞ്ഞ് 5-ാം മാസം കഴിയുമ്പോൾ അതിൻ്റെ കൂടെ 300 കിലോ കാലറി, അപ്പോൾ മൊത്തത്തിൽ 2500 കിലോ കാലറിയുടെ ഫുഡാണ് വേണ്ടത്. ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഫുഡ് പാറ്റേൺ ഫോളോ ചെയ്താൽ പറ്റില്ല. ഇതിനകത്ത് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, ലൈറ്റായിട്ടുള്ള ഫുഡായിട്ട് ആയിരിക്കണം കഴിക്കേണ്ടത്, കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡായിരിക്കണം കഴിക്കേണ്ടത്. ന്യൂട്രീഷ്യസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം അടങ്ങിയ ഒരു ഫുഡായിരിക്കണം ഈ സമയത്ത് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടീൻ പ്രഗ്നൻസിയിൽ നോർമലിൽ നിന്നും അധികമായി വേണം. എന്തുകൊണ്ട്? കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഉണ്ടായി വരാനും ബോഡി ബിൽഡിങ്ങിനും എല്ലാം പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ ആ നോർമലായിട്ട്, അതായത് പ്രഗ്നൻ്റ് അല്ലാതിരിക്കുന്ന ഒരു അമ്മയ്ക്ക് 1 gram പ്രോട്ടീൻ ഓരോ കിലോഗ്രാം, അതായത് 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു അമ്മയാണെങ്കിൽ 60 gram പ്രോട്ടീനാണ് ഒരു ദിവസം വേണ്ടതെങ്കിൽ, പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 എന്നുള്ളത് 1.1 gram per kilogram, അതായത് 0.1 gram per kilogram എക്സ്ട്രാ വേണം എന്നാണ് പറയുന്നത്. അത്രയും കൂടെ പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഡയറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യക്കാരുടെ ഡയറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കുറവുള്ള ഡയറ്റാണ്. നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് അഥവാ മധുരം കൂടുതലുള്ള ഫുഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പ്രോട്ടീൻ ഏതിലൊക്കെയാണ് ഉണ്ടാവുക? മുട്ട, പാലിൻ്റെ പ്രോഡക്ട്സ്, അതായത് പനീർ, അങ്ങനത്തെ തൈര്, വെണ്ണ, അങ്ങനത്തെ സാധനങ്ങൾ. അതുപോലെ തന്നെ മീറ്റ്, ചിക്കൻ, ബീഫ്, മട്ടൺ, അങ്ങനത്തെ സാധനങ്ങൾ, ഫിഷ്, അതിലൊക്കെയാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയത്. പിന്നെ പൾസസ്, ഇപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറുവർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്. അത് നട്ട്സ്, അങ്ങനത്തെ ഫുഡൊക്കെ കൂടുതൽ കഴിക്കാം. പിന്നെ നമ്മൾ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു പ്രോട്ടീൻ കൂടുതൽ വേണം. പിന്നെ വൈറ്റമിൻസും മിനറൽസും ധാരാളം ഉള്ളത്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വായിൽ പൊള്ളലായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ വായുടെ ആംഗിൾസിൽ 2 മുറിവായിട്ട് വരാറുണ്ട്. ഇതൊക്കെ ശരിക്കും വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് കൂടുതലായിട്ട് പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൈറ്റമിൻ B12 ഒക്കെ പച്ചക്കറിയിൽ ധാരാളം ഉണ്ട്. അത് കാരണം രക്തക്കുറവ് തടയാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അയൺ കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ്സിലെല്ലാം അയൺ കൂടുതലായിട്ടുണ്ട്. കാൽഷ്യം എന്ന് പറയുന്നത് പാലിലും പാലിൻ്റെ പ്രോഡക്ട്സിലും കാൽഷ്യം കൂടുതലായിട്ട് വരും. അത് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിപ്പുള്ള ഫ്രൂട്ട്സ്, അതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് അയൺ, നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന അയൺ ബെറ്ററായിട്ട് അബ്സോർബ് ചെയ്യാനും സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സി മാത്രമായിട്ട് നമുക്ക് വേണം. ഇതെല്ലാം കൂടുതൽ ധാതുക്കൾ കൂടുതൽ അടങ്ങിയ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കൂടുതൽ അടങ്ങിയ ഫുഡ് നമ്മൾ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അറ്റ് എ ടൈം ഹെവി ആയിട്ടുള്ള ഡയറ്റ് എടുക്കാതെ കുറേശ്ശെ ഗ്യാപ്പ് ഇട്ട് ഒരു 2 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞു ഡയറ്റ്, അതും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ആവശ്യത്തിന് പ്രോട്ടീൻ, ആവശ്യത്തിന് ഫാറ്റ്, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഡയറ്റിൻ്റെ കാര്യത്തിൽ പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത് ചോദിക്കുന്ന കാര്യമാണ് വെയിറ്റ് ഗെയിൻ. ഞാൻ പറഞ്ഞു, വെയിറ്റ് ഗെയിൻ ആദ്യത്തെ 5 മാസം വന്നു എന്ന് വരില്ല. ചിലപ്പോൾ ഛർദിയോ അല്ലെങ്കിൽ ഫുഡിനോടുള്ള വെറുപ്പോ കാരണം ചിലപ്പോൾ ആദ്യത്തെ 5 മാസത്തിൽ കുറച്ചൊന്ന് 1 കിലോ ഒക്കെ വെയിറ്റ് കുറഞ്ഞുവെന്നിരിക്കും. അത് കഴിയുമ്പോഴാണ് ആക്ച്വലി ബേബിയുടെ വെയിറ്റ് കൂടുന്നത്. അപ്പോൾ അമ്മയുടെ വെയിറ്റും കൂടിക്കോളും.
പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അമ്മയുടെ പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടാകുന്ന വെയിറ്റ് വെച്ചിട്ടാണ് എത്രത്തോളം വെയിറ്റ് പ്രഗ്നൻസിയിൽ കൂടണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തീരെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ്, 18-ൽ താഴെ BMI ഉള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്മൾ വെയിറ്റ് ഗെയിൻ പറയുന്നത് 18 കിലോഗ്രാം വരെ വെയിറ്റ് കൂടാം. 12 മുതൽ 18 കിലോഗ്രാം വരെ ആ അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ വെയിറ്റ് കൂടാം. നേരെ മറിച്ച് നോർമൽ വെയിറ്റ് ഉള്ള നോർമൽ BMI ഉള്ള 23 BMI ഉള്ള ഒരു അമ്മയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 11 മുതൽ 16 കിലോഗ്രാം വരെ പ്രഗ്നൻസിയിൽ കൂടാമെന്ന് പറയും. എന്നാൽ കുറച്ചുകൂടെ വണ്ണം കൂടുതലുള്ള, അതായത് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു അമ്മയെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ 11 കിലോഗ്രാമിനുള്ളിൽ ഒതുക്കാനാണ് പറയുക വെയിറ്റ് ഗെയിൻ. അതിൽ കൂടാൻ പാടില്ല, കാരണം അമ്മയുടെ വെയിറ്റാണ് അവിടെ കൂടുക. പിന്നെ സിവിയർ ആയിട്ട് ഒബീസിറ്റി, അതായത് BMI 30-ൽ കൂടുതലുള്ള ഭയങ്കര വണ്ണമുള്ള ഒരു ലേഡിയാണ് പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 7 കിലോ അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് നിർത്താനാണ് പറയുക. അപ്പോൾ ഇന്ന് ജനറൽ ആയിട്ടൊരു വീഡിയോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതലായിട്ട് പ്രഗ്നൻസിയിൽ ചെയ്യുന്ന വാക്സിനേഷൻ, അതുപോലെ തന്നെ അയണും കാൽഷ്യവും ഒക്കെ എങ്ങനെ കഴിക്കണം, ഫോളിക് ആസിഡ് ഒക്കെ എങ്ങനെ കഴിക്കണം, എത്രത്തോളം കഴിക്കണം, ഡെലിവറി കഴിഞ്ഞാൽ കഴിക്കണം, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.